രാജ്യം ഇന്ന് 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടി വിജയമായി ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനാണ് കേന്ദ്ര സർക്കാർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാവിലെ 7-ന് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ സേനകളെ അഭിനന്ദിക്കും. ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയ പതാകയുമായി സേനാ ഹെലികോപ്റ്റർ ചെങ്കോട്ടയ്ക്ക് മുകളിലൂടെ പറക്കും. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ കണക്കിലെടുത്ത് രാജ്യതലസ്ഥാനം അതീവ സുരക്ഷാ വലയത്തിലാണ്. കത്തോലിക്കരുടെ സംവരണ ആനുകൂല്യങ്ങൾ അനർഹർ തട്ടിയെടുക്കുന്ന സംഭവത്തിൽ അടിയന്തര അന്വേഷണം വേണമെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതിയംഗം കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. സംവരണത്തിനു വേണ്ടി നടക്കുന്ന മതപരിവർത്തനം സംബന്ധിച്ച നാടർ സംഘടനകൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നും കുമ്മനം പ്രസ്താവനയിൽ പറഞ്ഞു. യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പ്രശംസിച്ച പാർട്ടി എം.എൽ.എയെ സമാജ്വാദി പാർട്ടി അധ്യക്ഷന് അഖിലേഷ് യാദവ് പുറത്താക്കി. പൂജ പാൽ എന്ന വനിതാ എം.എൽ.എയാണ് പുറത്താക്കിയത്. തന്റെ ഭർത്താവിന്റെ കൊലപാതകത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നീതി നടപ്പിലാക്കിയെന്നടക്കം നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് നടപടി. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിലും കടുത്ത അച്ചടക്ക ലംഘനങ്ങളിലും ഏർപ്പെട്ടതിനാണ് പൂജ പാലിനെ പുറത്താക്കിയതെന്ന് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അറിയിച്ചു. മുൻപ് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഈ പ്രവർത്തനങ്ങൾ തുടർന്നതിനാൽ പാർട്ടിക്ക് കാര്യമായ ദോഷമുണ്ടാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിലുണ്ടായ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും 60 മരണം. മരിച്ചവരിൽ 2 CISF ജവാന്മാരും ഉൾപ്പെടും. കിഷ്ത്വാറിലെ ചുസ്തി മേഖലയിൽ നിരവധി പേരെ കാണാതായി. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരന്തത്തിൽ 167ഓളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാര്യമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ധനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്ഥിതിഗതികൾ വിലയിരുത്തി. ജമ്മു കാശ്മീരിന് എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ സേനാവിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. കിഷ്ത്വാറിലെ മചൈൽ മാത തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള പാത തുടങ്ങുന്ന പ്രദേശത്താണ് മേഘവിസ്ഫോടനവും തുടർന്ന് മിന്നൽ പ്രളയവും ഉണ്ടായത്. മജയിൽ മാതാ തീർത്ഥകർക്കായി തയ്യാറാക്കിയ സമൂഹ അടുക്കള മിന്നൽ പ്രളയത്തിൽ പൂർണ്ണമായി ഒലിച്ചുപോയി. ഭക്ഷണം കഴിക്കാൻ കാത്തുനിന്ന 100 കണക്കിന് തീർത്ഥാടകരെ കുത്തിയൊലിച്ചെത്തിയ പ്രളയജലത്തിൽ കാണാതായി. ഇന്ത്യയും ചൈനയും ദക്ഷിണേന്ത്യയിലെ 2 പ്രധാന രാജ്യങ്ങളാണെന്നും ഡ്രാഗണിന്റെയും ആനയുടെയും പാസഡി ഡ്യൂക്സ് ആണ് ഇരുപക്ഷത്തിനും ശരിയായ മാർഗമെന്നും ചൈന പറഞ്ഞതായി ഗ്ലോബൽ ടൈംസിന്റെ റിപ്പോർട്ട്. ഇരു രാജ്യങ്ങൾക്കുമെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുവകൾ ആയുധമാക്കാൻ തുടങ്ങിയതു മുതൽ 2 ഏഷ്യൻ രാജ്യങ്ങളും സഹകരണത്തിന്റെ പാതയിലാണ്. ഏപ്രിലിൽ US-ഉം ചൈനയും തമ്മിൽ നടന്ന വ്യാപാര യുദ്ധത്തിൽ US 145% വരെ താരിഫ് വർദ്ധിപ്പിച്ചു. ചൈന താരിഫ് 125%മായും താരിഫ് ചുമത്തി. അടുത്തിടെ ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ 50% തീരുവ ചുമത്തി. റഷ്യൻ എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിനുള്ള പിഴയായി 25% ഉൾപ്പെടെയാണ് ട്രംപിന്റെ താരിഫ്. ഓഗസ്റ്റ് 27 മുതൽ താരിഫുകൾ പ്രാബല്യത്തിൽ വരും. പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പുമായി ഇന്ത്യ. പാകിസ്ഥാന്റെ ഏത് അതിസാഹസത്തിനും കടുത്ത തിരിച്ചടി നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പാകിസ്ഥാൻ അനാവശ്യ വാടക മടി നിർത്തണമെന്നും ഇല്ലെങ്കിൽ മുറിവേൽക്കുന്ന പ്രത്യാഘാതം നേരിടേണ്ടിവരുമെന്നും വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. തോൽവി മറച്ചുവെക്കാനാണ് പാകിസ്ഥാൻ സേനാ മേധാവിയുടെ വീരവാദമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. സിന്ധ് നദി ജല കരാർ റദ്ദാക്കിയത് തുടരും. അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കുന്നത് വരെ കരാർ റദ്ദാക്കിയതിൽ തൽസ്ഥിതി തുടരും. അമേരിക്കയുമായുള്ള ബന്ധം മാറ്റമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസം അലാസ്കയിൽ ഈ മാസം നടക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് വ്യക്തമാക്കി. ഇതുപോലെയുള്ള ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.